ദ ഗുഡ് തിങ് അബൌട്ട് ദ ടൈം ഈസ് ഇറ്റ് ചേഞ്ചസ്. മലയാളത്തിലെ പ്രശസ്ത സംവിധായകന്റെ മകളാണെങ്കിലും ഇവരുടെ ആദ്യത്തെ മലയാള സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ഇവരുടേതായി 3-4 തെലുഗു തമിഴ് സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2020 വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് വരുന്നത്. ഞാൻ ഇവരുടേതായി കണ്ട ആദ്യ സിനിമയും അതുതന്നെയായിരുന്നു. നല്ലൊരു പടം, അതിലെ ഇവരുടെ ഡീസന്റ് പെർഫോമൻസും. ശേഷം 2021 മരക്കാർ എന്ന ചിത്രത്തിൽ ഫ്ലാഷ് ബാക്കിലെ ചെറിയൊരു ഭാഗത്ത് വന്നു പോകുന്നു. അതിനകത്ത് എടുത്തു പറയത്തക്ക ഒന്നുമില്ല. എന്നാൽ 2022 3 ചിത്രങ്ങളാണ് ഇവരുടേതായി പുറത്തിറങ്ങിയത്. 2 തിയേറ്റർ റിലീസ്, 1 ഡയറക്ട് OTT. ആൻഡ് 3 ചിത്രങ്ങളും വിജയിച്ചവയോ അല്ലെങ്കിൽ മികച്ച അഭിപ്രായം നേടിയവയോ ആയി മാറി. ഇനി 2023 അത് സംഭവിക്കുന്നത്. ശേഷം മൈക്കിൾ ഫാത്തിമ. ഈ പടം ഒരു തിയേറ്റർ വിജയമല്ല, എന്നാൽ അതിനേക്കാൾ ഉപരി ഇത് OTTയിൽ ഇറങ്ങിയപ്പോൾ ഇവർക്ക് കിട്ടിയ ട്രോളിന് കയ്യും കണക്കുമില്ലായിരുന്നു. ഇതിനുശേഷം 2024 വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലും ഇവരുണ്ടായിരുന്നെങ്കിലും സിനിമ തിയേറ്ററിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പിന്നീട് അത് OTT ഇറങ്ങി ഇത് മൊത്തം ക്രിഞ്ചാണെന്നുള്ള ട്രോളുകൾ വാരിക്കൂട്ടിയപ്പോഴോ ഇവരെ ആരും പേരിന് പോലും ഒന്ന് മെൻഷൻ ചെയ്തിരുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ 2024 അവസാനിച്ചപ്പോഴേക്ക് മൈക്കിൾ ഫാത്തിമ ട്രോളുകളുടെ അതിപ്രസരം മൂലം ഇങ്ങനെ ഒരു ആക്ട്രസിനെ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ ട്രോളുകളിൽ കണ്ടു നിറഞ്ഞ ആ കമന്ററി പരിപാടിയായിരുന്നു. ഇവർ തല്ലുമാല, ബ്രോഡാഡി, ഹൃദയം പോലുള്ള ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു ആക്ട്രസ് ആണെന്നൊന്നും നമ്മുടെ മനസ്സിൽ വരുന്നില്ല. പക്ഷെ വർഷം 2025 അവസാനിക്കുമ്പോഴേക്ക് ഇന്ന് കല്യാണി പ്രിയദർശന്റെ പേര് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു രൂപമുണ്ട്. ആ ഒരു റെഡ് ജാക്കറ്റും വൈറ്റ് കളർഡ് വയർഡ് ഇയർഫോൺസും ആ നോസ് പിയേഴ്സിംഗും ഒക്കെ കൂടിയുള്ള ഒരു രൂപം. വേൾഡ് വൈഡ് ഒരു സിനിമയ്ക്ക്, കേരളത്തിൽ മറ്റൊരു സിനിമയ്ക്ക് അങ്ങനെ വിഘടിച്ചു നിന്നിരുന്ന ടോപ്പ് ഗ്രോസിംഗ് കളക്ഷൻ അഥവാ ഇൻഡസ്ട്രി ഹിറ്റ് ടാഗ് ഒറ്റയടിക്ക് തൂത്തുവാരിയ ഒരു സിനിമയിലെ നായിക. അതും ഒരു നായകന്റെ സിനിമയിലെ ഒരു നായികയല്ല, ഒരു നായിക പ്രാധാന്യമുള്ള ചിത്രത്തിലെ സെൻട്രൽ ക്യാരക്ടർ. ഇതിനുശേഷം ഇവരുടേതായ ഒരു പരാജയ ചിത്രം ഇറങ്ങിയെങ്കിലും ഇപ്പോഴും കല്യാണിയുടെ പേര് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ലോകയുടെ ചിത്രം തന്നെയായിരിക്കും. ആൻഡ് മൈക്കിൾ ഫാത്തിമയെ ഇപ്പൊ ആരും ഓർക്കുന്നുമില്ല. ബിക്കോസ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് ദ ടൈം ഈസ് ഇറ്റ് ചേഞ്ചസ്.